ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് വില. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ട് സാമ്പാർ പൊടി. ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇത് വൺ ടൈം യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പം തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂണ് ഉലുവയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/4 സ്പൂണ് ഉഴുന്ന് പരിപ്പാണ്. പിന്നെ ഒരു 1/3 കപ്പ് മല്ലി സീഡ്സ് ഉണ്ട്. പിന്നെ ഒരു 11 റെഡ് ചില്ലീസാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് എരിവിൻ്റെ കണക്കിന് നമുക്ക് ഇടാം. പിന്നെ ഒരു 10 തൊട്ട് 12 കറി ലീവ്സ്, അതൊന്നും കുറച്ച് കൂടുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഒരു സ്പൂണ് കോക്കനട്ട് ഓയിലിൽ നമ്മൾ നല്ലോണം അത് പരറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റ് മുമ്പ് പരറ്റി വയ്ക്കുക, അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് പരറ്റി വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് കിട്ടും. ഇതിലോട്ട് കുറച്ച് നമ്മൾ നമ്മുടെ കായം ഉണ്ടെങ്കിൽ കായം കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലിട്ടിട്ടില്ല, എൻ്റെ കയ്യിൽ പൊടിയായിരുന്നു, അത് കാരണമാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തു. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് നല്ലോണം ലോ ഫ്ലെയിമിൽ വറുത്തുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ വറുത്ത് ഒരു 5 മിനിറ്റ് വറുത്തെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിനൊരു നല്ലൊരു മണം വരാൻ തുടങ്ങും. ഉലുവയൊക്കെ പൊട്ടാൻ തുടങ്ങും. ഉലുവ പൊട്ടാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഫുൾ ടൈം കണ്ടിന്യൂ അത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പാകെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറിവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അത് ക്രഷ് ആവാൻ തുടങ്ങും. അപ്പോൾ ഒരു 6 to 7 മിനിറ്റ്സായി. ഇനി നമുക്ക് ആ കറിവേപ്പിൻ്റെ ഇല ഒന്ന് എടുത്ത് നോക്കാം. നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ വൺ ടൈമിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാവർക്കും ഇതായിരിക്കും പെട്ടെന്ന് ഈസി ആയിട്ട് ഉള്ള ഒരു ഇത്. നമുക്ക് കുറച്ചും കൂടി ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ അളവ് എടുത്ത് നമുക്ക് കുറച്ച് ഉണ്ടാക്കി എടുത്ത് വെച്ചാൽ മതി. അതിലും നമ്മൾ ഇങ്ങനെ തന്നെ എണ്ണയൊക്കെ പരറ്റി വെച്ചിട്ട് ക്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു 6-7 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ സ്റ്റെയർ ചെയ്യാൻ തുടങ്ങിയിട്ട്. നമുക്കിതാ ഇനി നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാ കണ്ടില്ലേ, നല്ലോണം അപ്പോൾ പൊടിയുന്നുണ്ട്. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാ നല്ലോണം ഇതാണ് പരിവ് അതിൻ്റെ. നല്ലോണം അത് ക്രഷ് ആവണം. ഇനി ഇതിനെ നമുക്കൊന്ന് കൂൾ ചെയ്യാൻ കൊടുക്കാം, എന്നിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ബിഗിനേഴ്സിന് ഭയങ്കര സിമ്പിളായിട്ട് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.